ഹലോ ഗൈസ്, ഡേ 3 നമ്മൾ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് നമ്മളിഞ്ഞ് പോവുകയാണ്. ഡേ 3 ആണിന്ന്. അപ്പോൾ ഇത് പള്ളിയിലുള്ളത് ആൾക്കാരാണ്. ഹലോ ഗൈസ്, ഈ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ റോമൻസ് സിനിമയിൽ കൊടുക്കുന്ന അപ്പമാണിത്. ക്രിസ്ത്യൻസ് മാത്രം ഉപയോഗിക്കുന്ന അപ്പമാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പെട്ടിയും കിടക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ നാഗപട്ടണം പോവുകയാണ്. ഓക്കെ, പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മളിനി നാഗപട്ടണം പോവുകയാണ് കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ നാഗപട്ടണം ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഒരു കൊക്കക്കോള വാങ്ങിയിരിക്കുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ കയറിയിരിക്കുന്നു. ഈ ട്രെയിൻ എന്ന് പറയുന്നത് നാഗപട്ടണം ടു കാരക്കലൊക്കെ പോവുകയാണ്. ഇപ്പോൾ ഇത് മെമു ആണിത്. മെമു അല്ല, ഡെമു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ നാഗൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഈ നാഗൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ മുസ്ലിം സ്റ്റേഷനാണിത്. മുസ്ലിം സ്റ്റേഷനല്ല, മുസ്ലിം രാജ്യമാണ്. ഇവിടെ എല്ലാവരും മുസ്ലിംസാണ്. ഇപ്പോൾ നാഗപട്ടണം ക്രിസ്ത്യൻസും, ഇവിടെ നാഗൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ ഫുൾ മുസ്ലിം ആൾക്കാരാണ് ഉണ്ടാവുക. ഹലോ ഗൈസ്, നമ്മളങ്ങനെ കാരക്കൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് കാരക്കൽ സ്റ്റേഷൻ. ഹലോ ഗൈസ്, ഇത് കാരക്കൽ സ്റ്റേഷനാണ്. ഇവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട് കാരക്കൽ സ്റ്റേഷനിൽ. ഹലോ ഗൈസ്, ഇത് കാരക്കലിലുള്ള ഒരു വണ്ടിയാണ്. ഇത് ഈ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണിത്. നിങ്ങൾ കാണായിരിക്കും. ഹലോ ഗൈസ്, ഞാനിപ്പോൾ കാരക്കലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കാരക്കലിൽ നമ്മുടെ ഭക്ഷണം തരുന്ന ആൾക്കാരെ ഞാൻ ചോദിച്ച് തളപതി വിജയിൻ്റെ വീഡിയോ ഇടയെന്ന് വെച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ചെന്നൈയിലാന്ന് പറഞ്ഞ്.
ഇതാണ് കാരക്കൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലം. കാരക്കൽ, എറണാകുളം, കോട്ടയം ഒക്കെ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് റിസർവ്ഡ് ആൻഡ് അൺറിസർവ്ഡ് സ്ഥലമാണ്. ഞാൻ കാണിച്ചല്ലോ. പിന്നെ ഫുള്ള് ആക്ടേഴ്സിൻ്റെ, തളപതി, രജനീകാന്ത്, എല്ലാ തമിഴ് ആക്ടേഴ്സിൻ്റെ വീട് ഫുൾ ചെന്നൈയിലാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ചോദിച്ച് ആക്ടർ വിജയിൻ്റെ ആരാന്ന് ചോദിച്ചു. കാരണം ഒരു ഫാനാന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, ഇത് നമ്മളുടെ കാരക്കൽ റെയിൽവേ സ്റ്റേഷനത്തെ അവസാനത്തെ സ്റ്റേഷനാണിത്. ഇതാണ് അവസാനത്തെ സ്റ്റേഷനാണ്. ഇവിടെ ബോർഡ് ഫുൾ തമിഴിലൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. ആ തമിഴിൽ വേളാങ്കണ്ണി, തിരുച്ചിറപ്പള്ളി, നാഗപട്ടിണം, തഞ്ചാവൂർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ലാസ്റ്റത്തെ സ്റ്റേഷനാണിത്, കാരക്കലത്തെ. ഇനി അങ്ങോട്ട് ട്രെയിൻ പോകില്ല. ഇനിയിപ്പോൾ ട്രെയിൻ പോകണമെങ്കിൽ നാഗപട്ടണം ജംഗ്ഷനിൽ നിന്ന് വേറെ 2 വഴിയുണ്ട്. അപ്പോൾ ഒരു വഴി കാരക്കലിലേക്കും വേറൊരു വഴി അങ്ങോട്ടാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്ന വേറെ വഴി മധുരൈ ഇരിക്കുകയായിരിക്കും പോകുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ഓക്കെ. ഹലോ ഗൈസ്, ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നത് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടായിരിക്കും ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ് ഇപ്പോൾ കാണുന്നത്. അത് പ്ലാറ്റ്ഫോം നമ്പർ 7. ഇതിപ്പോൾ കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 and 5 ആണ് കാണുന്നത്. ഈ പ്ലാറ്റ്ഫോം നമ്പർ 5-ൽ മധുരൈ, ചെന്നൈ ട്രെയിൻ കിടക്കുന്നുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ ഹസ്രത്ത് നിസാമുദ്ദീൻ കിടക്കുന്നുണ്ട്, ഡൽഹിയിലേക്ക് പോകുന്നത്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3-ൽ ചെന്നൈ, എഗ്മോർ, ഡൽഹി ട്രെയിൻ കിടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫുൾ മെമു ആണ്. ഒരു വന്ദേ ഭാരത് വരുന്നുണ്ട്. ഹലോ ഗൈസ്, പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. ഈ വന്ദേ ഭാരത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, വായിച്ചു നോക്കണം. ഹലോ ഗൈസ്, ഈ വന്ദേ ഭാരത് പോകുന്നത് ഗോവയിലേക്കാണ് പോകുന്നത്. ട്രിച്ചി ഗോവ വന്ദേ ഭാരതാണ്. നമ്മുടെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലത്തേതാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്. ഹലോ ഗൈസ്, നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ ഒരു സാധനം കണ്ടു, ക്ലോത്ത് ബാഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പൈസ ഇട്ട് നോക്കാൻ പോവുകയാണ്. ഇതാണ് പൈസ ഇടുന്ന സാധനം. നോക്കാം. ഹലോ ഗൈസ്, നമ്മുടെ കോയിൻ പോയി. അപ്പോൾ നമ്മൾ കോയിൻ എടുത്തു. എല്ലാവരും എടുത്തോ. ഹലോ ഗൈസ്, ഞാനങ്ങനെ രാത്രിത്തെ ഭക്ഷണം നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നെയ്റോസ്റ്റ് വരുന്നുണ്ട്. നല്ല നെയ്റോസ്റ്റ്, സാമ്പാർ, ചട്നി. അതാണ് ഇന്നത്തെ ഭക്ഷണം രാത്രിത്തെ.
ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് S4 ആണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നമ്മൾ ഷൊർണൂരിലേക്ക് പോവുകയാണ്. നമ്മൾ നാട്ടിൽ പോയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷൊർണൂർ തൊട്ടിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ്. ഓക്കെ. ഹലോ ഗൈസ്, ട്രെയിൻ ബാക്ക് അടിച്ച് പോവുകയാണ്. നമ്മുടെ വണ്ടി വന്നിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ട്രെയിൻ കയറി കഴിഞ്ഞു. നമ്മളുടെ ബർത്തിൽ കയറി കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ബർത്ത്. നമ്മുടെ ബർത്ത് ഇതാണ്. മൊബൈൽ ചാർജ് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മുടെ ബർത്ത് ഇതാണ്. ഇനി നമുക്ക് ഷൊർണൂർ ജംഗ്ഷൻ എത്തിയിട്ട് കാണാം. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിനി ഉറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ബർത്തിൽ കയറി കഴിഞ്ഞു. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞ് ഭാരതപ്പുഴ ഹാൾസ് എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഷൊർണൂർ എറണാകുളം मेमू स्पेशल ट्रेन ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം क्रमांक 3 पर खड़ी है. അപ്പോൾ ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവരും കാണണം. നമ്മളങ്ങനെ പുലർച്ചെ 4:30 ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പട്ടാമ്പിയിലേക്ക് വേറെ ട്രെയിൻ കയറി. ഇപ്പോൾ നമ്പർ S9 ആണ്. അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇനിയും ഞാൻ വ്ളോഗ് ഇടുമ്പോൾ ഒക്കെ നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.